ഹായ്, ഇത് ഞാൻ കുറച്ച് മുന്നേ നാട്ടിലേക്ക് കുറച്ച് മാസങ്ങൾ മുന്നേ പോയപ്പോൾ എടുത്ത വീഡിയോസാണ്. എൻ്റെ വീട് മണ്ണാർക്കാട് അമ്പുകുന്ന് കനാലിൻ്റെ അടുത്താണ്. മണ്ണാർക്കാടുള്ളവർക്ക് അമ്പുകുന്ന് കനാലെന്ന് പറഞ്ഞാൽ അറിയണ്ടാവില്ലേ. അപ്പോൾ അടുത്ത വീട്ടിൽ തലക്കാൻ പോകുമ്പോൾ റിച്ചുവിനും കൂടെ വിളിച്ചപ്പോൾ ഞാനും എൻ്റെ കൂടെ പോയതായിരുന്നു. ഞങ്ങളുടെ വീട്ടിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ ഇറങ്ങിയ ഈ നമ്മുടെ കനാലിന് അമ്പുകുന്ന് പാലുണ്ടല്ലോ, പാലത്തിൻ്റെ ചുവട്ടിൽ കൂടെ നമ്മളെ നെല്ലിപ്പുഴ ഒഴുകുന്നില്ലേ, അതായത് കേട്ടോ. ശരിക്കും ഞങ്ങളുടെ വീട് ഒറ്റപ്പാലാണെങ്കിൽ കൂടെ അവനത് എടുത്ത് പുഴയൊന്നും ഇല്ലാത്ത കാരണം ഇങ്ങനെ എക്സ്പീരിയൻസ് ഒക്കെ കുറവല്ലേ. അപ്പോൾ കാരണം വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ പുഴ വന്ന കാരണം ഞങ്ങൾ പുഴൻ്റെ അടുത്തേക്ക് വന്ന കാരണം നമുക്കിപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വെള്ളം നല്ല കുറവായ കാരണം ഞാൻ വെള്ളത്തിലിറക്കിയിട്ടോ. പിന്നെ അവൻ കല്ലൊക്കെ അടിക്കി വെച്ചിട്ട് അവൻ കുറേ നേരം കയ്യിൽ കളിച്ചു. അപ്പോൾ അവനും ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. കാരണം ഇങ്ങനെ നമുക്ക് നല്ല തെളിഞ്ഞ വെള്ളമൊക്കെ അടുത്ത് കാണുക കിട്ടുക എന്നുള്ളതൊക്കെ കോയമ്പത്തൂർ ജീവിക്കുന്നവർ കുറച്ച് കാലം അവിടെ ആയിട്ടുണ്ടെങ്കിൽ കൂടെ നമുക്ക് നാട്ടിൽ വരുമ്പോൾ അതൊക്കെ കാണുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു മനസ്സൊക്കെ സന്തോഷവും കണ്ണിനൊരു കാഴ്ചയും ഒക്കെയാണ്. പിന്നെ ഏറ്റവും വലിയ രസം 90s കിഡ്സായി എന്നോട് എൻ്റെ കുട്ടി ചോദിക്കുകയാണെങ്കിൽ ഉമ്മ അതിൻ്റെ ഇടയിൽ വെള്ളം നിൽക്കുന്നില്ല, വെള്ളം നനയുന്നില്ല എന്ന്. ഞാനേ അന്തം വിട്ടുപോയി, ഇതിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ എന്നുള്ളത്. പിന്നെ അത് വാഴൻ്റെ ഇലയാണ്, അതിൽ ചെവിൻ്റെ ഇലയാണ്, അതിലിങ്ങനെ വെള്ളം ഒഴിച്ചാൽ നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ച് കെത്തൊക്കെ കാണിച്ചു 90s കിഡ്സിൻ്റെ. അപ്പോൾ അവനത് കാണിച്ചു കൊടുത്തു. പിന്നെ കുറേ നേരം നല്ല വെയിലുള്ള കാരണം അത് കിടന്ന് തിളങ്ങണതും അവനത് ഭയങ്കര അതിശയത്തിലിങ്ങനെ കുറേ നേരം കളിക്കുക. ചെവിൻ്റെ കീറിയൊക്കെ പോയി. പിന്നെ വേറെ ഞങ്ങൾ വലുതൊന്ന് പൊട്ടിച്ചിട്ട് വന്നു. പിന്നെ കുറേ നേരം അതിൽ കളിച്ചു. അപ്പം നമുക്ക് ഈ തൊടി കൂടെ തിരിച്ചേറി നമ്മളെ വീട്ടിൽ വരാൻ പറ്റിട്ടോ. നമ്മൾ തൊടി എന്നൊക്കെ പറയാം. തിരിച്ചൊന്നും കൊണ്ട് ദൈവം റൈസ് കയറാൻ വേണ്ടി പോകണം. അപ്പോൾ മുപ്പരേട്ടത്ത് ചോദിച്ചു നോക്കിയപ്പോൾ സേമിയ ഐസൊക്കെ ഞാൻ കണ്ടിട്ട് കുറേ ആയി. കാരണം നമുക്ക് എപ്പോൾ കിട്ടുമ്പോഴും വല്ല പാലൈസോ ചോക്കോബാറോ അങ്ങനത്തെയൊക്കെ ആൾക്കാരും സേമിയ ഐസൊന്നും ഞാൻ അധികം കണ്ടിട്ടേ ഇല്ല ഇപ്പോൾ കുറേ കാലമായിട്ട്. അപ്പോൾ കണ്ടപ്പോൾ അത് മേടിച്ചു. അവനൊരു ഐസ്ക്രീം മേടിച്ചു. അവനറിയില്ലല്ലോ സേമിയ ഞാൻ ഇന്ന് മൊത്തം കിളി വയ്ക്കുകയാണല്ലോ പഠിച്ചവനെ. സേമിയ ഐസിൻ്റെ നൊക്ലേജ് ചെയ്യുന്നു. പിന്നെ എന്താ തിരിച്ചു വന്നപ്പോൾ ഉമ്മ നല്ല അസൽ നാടൻ ഫുഡ് ഉണ്ടാക്കിയിരുന്നു. സംഭവം സിമ്പിളാണെങ്കിലും പവർഫുള്ളാണ് കേട്ടോ. മറ്റേ പ്രേമ സിനിമയിൽ പറയുന്ന പോലെ ഒരു ചോറ്, മോരുകറി, അല്ല കുമ്പളങ്ങ കറി, ഒരു ഉപ്പേരി, ഒരു ചിക്കൻ വരട്ടിയത്. ഭയങ്കര സിമ്പിളായുള്ള നാടൻ ഫുഡ്. പക്ഷേ അതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മളൊക്കെ എത്ര തലകുത്തി മറിഞ്ഞാലും ഉണ്ടാക്കാൻ പറ്റില്ല ടേസ്റ്റ്. പിന്നെ നമ്മളിപ്പോൾ ഉള്ള വീടിൻ്റെ 4 പുറം നിറയെ മാങ്ങമാരുള്ളത് കൊണ്ട് നമ്മൾ കണ്ണിമാവ് കൂട്ടി ചുപ്പിലും മുക്കി കഴിച്ചുകൊണ്ട് നടന്നു. പിന്നെ കുറച്ച് ഫോട്ടോ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അമ്മമാരെ വീട്ടിലൊരു ഊഞ്ഞാൽ അത് നിർബന്ധമാണല്ലോ. അപ്പോൾ അവൻ്റെ എൻ്റർടൈൻമെൻറ്റ് തുടർന്നുകൊണ്ടിരുന്നു. അത്രയൊക്കെ ഉള്ളൂ.